ഹായ് ഹലോ! ഇന്നത്തെ DIY ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ലീഫും അതുപോലെ തന്നെ A4 സൈസ് ഷീറ്റുമാണ് വേണ്ടത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ലീഫ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓറഞ്ച് കളറ് അക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്നതാണ് കൂടുതൽ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ എളുപ്പം. ഇത് കുറച്ച് വാടിയിട്ടുണ്ടായിട്ടോ. ഞാൻ രാവിലെ പറിച്ച് വെച്ചിട്ടുള്ള ഇലയായിരുന്നു. പക്ഷേ വൈകുന്നേരമാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് ഞാനൊരു ചെവിയും ഒരു മൂക്കിൻ്റെ പോർഷനൊക്കെ വരച്ചു കൊടുത്തു. പിന്നീട് എനിക്കത് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വീണ്ടും ഞാനതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു മിക്സഡ് കളറാക്കി എടുത്തു. അതിന് ശേഷം വീണ്ടും ഞാൻ ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങാനൊന്നും ഒട്ടും വെയിറ്റ് ചെയ്തില്ല. അതിന് മുമ്പേ നമ്മുടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ചെവിയും മൂക്കിൻ്റെ പോർഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ പോർഷനിൽ മൂക്കിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലൊരു ബ്ലാക്ക് ഷെയ്ഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എന്ന് തോന്നിയത് എന്ന് പറയണം കേട്ടോ. ചെറിയൊരു സൂപ്പർമാനെ പോലെയൊക്കെ ഇല്ലേ? സൂപ്പർമാനാണോ ബാറ്റ്മാനാണോ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ 2 കണ്ണൊക്കെ വരച്ചു കൊടുത്ത് ഒരു പിരികം വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെവിയൊക്കെ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഹൈലൈറ്റും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാടിയ ഇല ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിൽ നിന്ന് അത് വിട്ട് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ ആ ഒരു പേപ്പർ പാടി ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ളൊരു ലീഫ് ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രെയിം ചെയ്ത് വെക്കണ്ടേ? അതിന് വേണ്ടി ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ലീഫ് സെൻറ്ററിൽ വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ടൊരു സ്ക്വയർ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സ്ക്വയറിൻ്റെ തൊട്ട് അടുത്തായിട്ട് 1 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും വീണ്ടും ഒന്ന് ഇതുപോലൊരു സ്ക്വയർ ചുറ്റിനും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്വയറിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ 4 സെൻറ്റിമീറ്റർ വരെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1, 2, 3, 4 ഈ ഒരു രീതിയിൽ ഈ ഒരു സ്ക്വയറിൻ്റെ 4 കോർണറിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ എല്ലാ സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മാർക്കിങ്ങിലൂടെ എല്ലാ ലൈൻസും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 4 ലൈൻസാണ് നമ്മൾ എക്സ്ട്രാ ഭാഗത്തായിട്ട് ഇതുപോലെ വരച്ചിട്ടുള്ളത്. അകത്ത് ഇതുപോലെ 2 സ്ക്വയറും പുറത്ത് ഇതുപോലെ 4 ലൈൻസും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അകത്തുള്ള 2 സ്ക്വയറുകളിൽ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു സ്ക്വയറിൻ്റെ 4 ലൈൻസും ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പോർഷൻസ് 4 സെൻറ്റിമീറ്റർ വരുന്ന ഈ ഒരു കോർണേഴ്സിലെ 4 പോർഷൻസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എക്സ്ട്രാ വന്ന ബാക്കി പേപ്പേഴ്സും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ 4 കോർണേഴ്സിൽ നിന്നും 4 സ്ക്വയേഴ്സ് ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ഫ്രെയിമിൻ്റെ നീളം കുറവുള്ള ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ഉള്ളിലേക്കായിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നില്ല. ഓപ്പോസിറ്റ്സ് വരുന്ന 2 സൈഡ്സിലാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? പുറത്തു നിന്നുള്ള ആ ഒരു കോളത്തിൽ ചെരിച്ച് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് വീണ്ടും ചെരിച്ച് ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോളം വെറുതെ വിട്ടേക്കാം കേട്ടോ. അത് ലീവ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 2 ഓപ്പോസിറ്റ്സ് വരുന്ന ഭാഗങ്ങൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതൊന്ന്
കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പോർഷനിൽ കോളം ആ ഒരു രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഓരോ വരകളും ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫ്രെയിമിൻ്റെ 4 സൈഡും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് ഫ്രെയിം ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫ്രെയിം ആക്കാം കേട്ടോ. ഇത് ഒരു ഹാഫ് പോർഷനിലേക്ക് മടക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള പോർഷനും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. കണ്ടില്ലേ, എന്നിട്ട് ഈ ഒരു രീതിയിൽ ഉള്ളിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യണ ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഫോൾഡ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തന്നതാണ്. ശേഷം നമ്മൾ വീണ്ടും ഗം അപ്ലൈ ചെയ്തിട്ട് ശരിക്കും ഇത് ഫോൾഡ് ചെയ്യാൻ കേട്ടോ. ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഗം അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ അത് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആ ഒരു ഫ്രെയിമായിട്ട് ഇരുന്നോളൂ കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഇൻസേർട്ട് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ബ്രഷിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പോയിൻ്റ് ബ്രഷ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഓക്കെ, വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുക, അതിനുശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്നൊരു 2-3 സെക്കൻഡ്സ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടും കേട്ടോ. നല്ല എളുപ്പമാണ്. ഈസി ആയിട്ട് നമുക്ക് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ഫ്രെയിം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ 4 കോർണേഴ്സും ഞാൻ ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ലീഫ് ആർട്ടും കൂടി ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി ഫ്രെയിം ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്